ഫ്ലാഷ് ബാക്ക്. നിങ്ങൾ നാളെ രാത്രി 7 മണിക്ക് MS സൊല്യൂഷന്റെ ചാനലിൽ വന്നാൽ 17-ാം തീയതി രാവിലെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് നാളെ രാത്രി 7 മണിക്ക് കാണാൻ പറ്റും. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും ചോദിക്കുകയും ചെയ്യും. ഇങ്ങനൊരു ചോദ്യം എന്തായാലും നാളത്തെ എക്സാമിന് കാണാനുള്ള സാധ്യത ഇതാണ്. ഇവിടെ സിംഗിൾ ബോണ്ടും പ്ലസ് CL കണ്ടാൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇതില്ലാതെ ഒരു പരീക്ഷ ശരിക്കും കടന്നു പോവേണ്ടതല്ല. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ചോളി. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് X ഈസ് 13. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് X ഈസ് 13. ഈ സൾഫ്യൂരിക് ആസിഡ് ഒരു സാൾട്ടുമായി പ്രവർത്തിച്ചാൽ ആ സാൾട്ട് ഇവിടെ NaCl എന്ന് പറയുന്നത് ഒരു സാൾട്ടാണ്. NaCl സാൾട്ട് എങ്ങനെ ഉണ്ടാവുക? ഒരു ആസിഡും ബേസും കൂടി ചേർന്നാലാണ് സാൾട്ടും. NaOH എന്ന് പറയുന്ന ബേസും ഉണ്ട്, HCl എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്. അത് OH ഉള്ളത് ബേസും H ഉള്ളത് ആസിഡ് ആണല്ലോ. സോ NaCl എന്ന് പറയുന്ന സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ റിയാക്ഷൻ വിത്ത് സാൾട്ട്. ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും ആൻസർ എഴുതാനുള്ള നെക്ക് റിയാക്ഷൻ ഇതുപോലെ 2 ബീക്കർ തന്നിട്ട് സാൾട്ട് പിടിച്ച് മോൾട്ടിമീറ്റർ ഒക്കെ തന്നിട്ട് തരും. Concentration of an ore in which impurities are heavier than ore particles. അതായത് ഇംപ്യൂരിറ്റീസ് അഴുക്കുകൾക്ക്, അതായത് അപദ്രവ്യത്തിന് അയിരിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. കാൽസിനേഷനും റോസ്റ്റിംഗും വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് എക്സാമിന് ചോദിച്ചിരിക്കും. കാൽസിനേഷനും റോസ്റ്റിംഗും ഇല്ലാത്തൊരു എക്സാം ഇല്ലടാ. വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ? ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, വാട്ട് ഹാപ്പൻ? ഇതൊന്നും ക്ലാസ് എടുക്കുന്ന സമയത്തും ലൈവിലൊന്നും ആരും അധികം പറയാറില്ല. ഒരു ചടിച്ചൊരു ഏരിയ. NaCl സാൾട്ട് എങ്ങനെ ഉണ്ടാവുക? ഒരു ആസിഡും ബേസും ഉണ്ട്. HCl എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്. കാര്യം OH ഉള്ളത് ബേസും H ഉള്ളത് ആസിഡും ആണല്ലോ. സോ ഈ NaCl എന്ന് പറയുന്ന സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ MS സൊല്യൂഷൻ. It's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? It's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? ബൈ.